ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സീക്രട്ട് ഹോം എന്നുള്ള സിനിമ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. പേര് കേട്ടാലും തെറ്റിദ്ധരിക്കരുത്, ഇത് മലയാളം പടമാണ്, ഇംഗ്ലീഷ് പടമല്ല. PVR മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ സിനിപോളിസിൽ ഞങ്ങൾ PVR എടുത്ത്. അപ്പം ഞങ്ങളിത് സോസേജ് എന്ത് സാധനം ഇത് ഇതിൻ്റെ പേരെന്താ? ബ്രോസ്റ്റഡ് സോസേജ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഇതും ഒരു കോക്കും കൂടി. എല്ലാം കൂടി എത്ര 180 രൂപ 160 രൂപ അങ്ങനെ ഒന്നും. അടിപൊളി. ഇത് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. സ്ക്രീൻ 2-ലാണ് കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇവർ രണ്ടുപേരും ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്? അത് ഞാൻ കാരണം പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ശിവദ, അതായത് ശ്രീലേഖ ചേച്ചി, ഇത് മുരളിച്ചേട്ടനും. ഇവർ രണ്ടുപേരും എൻ്റെ സീനിയേഴ്സായിരുന്നു. അത് മാത്രമല്ല മുരളിച്ചേട്ടൻ്റെ അനിയൻ ദാമു എൻ്റെ ഒപ്പം ഒരു ക്ലാസ്സിൽ 4 കൊല്ലം പഠിച്ചതാണ്. മുരളിച്ചേട്ടൻ കുറേ നാൾ സിനിമയിലുണ്ടായിരുന്നു, ചേച്ചി ഇപ്പോഴും സിനിമയിൽ തുടരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ശിവദ എന്നുള്ള പേരിലാണ് ചേച്ചീനെ അറിയാവുന്നത്. ചേച്ചി ആദ്യം അഭിനയിച്ച റോള് മിക്കവരും അറിയപ്പെടാതെ പോയൊരു റോളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം കേരള കഫേ എന്നുള്ള ആന്തോളജി സിനിമയിൽ മമ്മൂക്കയുടെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയും കൂടെ അഭിനയിച്ച ഒരു റോളാണ് ചേച്ചിയുടെ ഫസ്റ്റ് റോളെന്ന് പറയുന്നത്. അതിന് മുന്നേ ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ആ റോളിൽ ചേച്ചിയാണെന്നുള്ള കാര്യം മിക്കവരും ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഓർത്തിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പാസഞ്ചർ എന്നായിരുന്നു ആ സെഗ്മെൻറ്റിൻ്റെ പേര്. ലാൽ ജോസ് ആയിരുന്നു സംവിധാനം ചെയ്തത്. അതൊരു വളരെ ഷോർട്ട് സ്റ്റോറി സ്റ്റൈൽ ഓഫ് ഒരു പടമായിരുന്നെങ്കിൽ പോലും, കാരണം കേരള കഫേ എന്നുള്ള മുഴുനീള ചിത്രത്തിൽ ഒരുപാട് ചെറിയ സ്റ്റോറീസ് ആയിരുന്നു. ആ റോള് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ചേച്ചിക്ക് എത്രത്തോളം ആക്ടിങ് കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ചേച്ചീനെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ലൂസിഫറിൽ ഇന്ദ്രജിത്ത് ഏട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറായിട്ടും, സൂസു സുദീപ് ആത്മീയത്തിൽ ജയസൂര്യ ചേട്ടൻ്റെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ ക്യാരക്ടറായിട്ടും, കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ ശിക്കാരി ശംഭുവിൽ ഒരു അടിപൊളി റോള്, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതല്ലാതെ ചേച്ചി ഒരുപാട് സിനിമകൾ വേറെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്നത് മലയാള സിനിമ ചേച്ചിയുടെ ആക്ടിങ് കേപ്പബിലിറ്റി യൂസ് ചെയ്തിട്ടില്ല, ഇനി യൂസ് ചെയ്യാൻ ഒരുപാട് കിടക്കുന്നുണ്ടെന്നാണ്. കാരണം ചേച്ചിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യാൻ അറിയാം. അത് ഈ സിനിമ ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ സിനിമ ലിറ്ററലി തിയേറ്ററിൽ പോയി കാണാനുള്ള മെയിൻ കാരണം ചേച്ചി തന്നെയാണ്. ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലർ കണ്ടതും ട്രെയിലർ നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നിയതും ഞാൻ കണ്ടതും. എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് അപർണ, നമ്മുടെ മനോഹരം എന്നുള്ള സിനിമയിലും ബീസ്റ്റിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അപർണ, പിന്നെ ഡാഡയിലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അപർണ ഇതിനകത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത്. അപർണ ദാസ് എന്നാണെന്നുകൊണ്ട് അപർണയുടെ മുഴുവൻ പേര്. വളരെ നല്ല രീതിയിൽ അപർണയും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാലപാർവതി ചെറിയൊരു റോളുണ്ട്, ചന്തുനാഥ് ഒരു മെയിൻ റോളുണ്ട്, അനു സായികുമാറിൻ്റെ ചേച്ചിയുടെ മക്കളിൽ ഇളയത്, മറ്റേ ടൊവിയുടെ കൂടെ പൃഥ്വിരാജിൻ്റെ കൂടെ 7th ഡേയിലൊക്കെ ഉണ്ടായിരുന്ന മച്ചാൻ വിനുമോഹൻ ഇപ്പോഴാണ് പേര് കിട്ടിയത്. വിനുമോഹനൊക്കെ ഇതിനകത്തുണ്ട്. ഇവരെല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ അപർണയുടെ പെർഫോമൻസുമാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു വീടിൻ്റെ അത് ഭയങ്കര രസമായിരുന്നു, അടിപൊളിയായിരുന്നു. സീക്രട്ട് ഹോം എന്നുള്ള കാണിക്കുന്നതൊക്കെ. പിന്നെ ഈ സിനിമ സീക്രട്ട് ഹോം എന്നുള്ള പേരുള്ളതുകൊണ്ടാണ് കുറേ പേര് ഇത് ഇംഗ്ലീഷ് പടമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പോസ്റ്റർ ലിറ്ററലി തിയേറ്ററിൽ മറ്റേ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ഈവൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നിടത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ബുക്ക് മൈ ഷോയിൽ മാത്രം അത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഇംഗ്ലീഷ് പടമാണെന്ന് വേണമെങ്കിൽ പേരൊക്കെ കേട്ട് തെറ്റിദ്ധരിച്ചേക്കാം. ഇതൊരു ത്രില്ലർ മൂവിയായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യമുണ്ട്, പക്ഷെ അതൊരു നെഗറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ എല്ലാ സിനിമയിലും ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചന്തുനാഥ് ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ച് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ചന്തുയുടെ പെർഫോമൻസ് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചന്തു ഇതല്ല, ഇതിൻ്റെ അപ്പുറം നല്ല അടിപൊളിയായിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ളൊരു ആക്ടറായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത്. അതിപ്പോൾ ഫീനിക്സ് എടുത്ത് കണ്ടു നോക്കിയാലും അറിയാൻ പറ്റും. ലാലേട്ടൻ്റെ കൂടെയുള്ള ജിത്തു ജോസഫിൻ്റെ നമ്മുടെ മറ്റേ കുറ്റാന്വേഷണ സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ആ സിനിമ എടുത്തു നോക്കിയാലും അറിയാൻ പറ്റും. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണെന്ന് തോന്നുന്നു നമ്മുടെ 18-ാം പടി. അതിനകത്തുള്ള റോൾ ഏതെടുത്ത് നോക്കിയാലും ചന്തുനാഥിൻ്റെ പെർഫോമൻസ് പൊതുവേ എപ്പോഴും അടിപൊളിയാണ്. പക്ഷേ ഈ സിനിമയിൽ എവിടെയൊക്കെ പെർഫോമൻസ് എനിക്ക് കുറച്ച് ഓവർ ഡൂ ആയ പോലെ, കുറച്ച് ഓവർ ആക്ടിങ് ഒരു ഫീലിലേക്ക് വന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ആ ക്യാരക്ടർ അങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്ത് എഴുതിയേക്കണാണോ എന്ന് എനിക്കറിയില്ല. റൈറ്റർ എങ്ങനെയാണോ അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെയാണോ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഡെലിവറി ചെയ്തപ്പോൾ ആ ഒരു രീതിയിലായതാണോ അല്ലെങ്കിൽ അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ആയിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ക്യാരക്ടർ ഓൾറെഡി ആ ക്യാരക്ടറിനോട് നമുക്ക് നല്ല രീതിയിൽ വെറുപ്പ് വരും. അമ്മാതിരി ഡാർക്ക് സീനിലേക്കാണ് ആ ക്യാരക്ടർ പോണത്. ഈ സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒരു
ഹസ്ബൻഡും വൈഫും വരുന്ന ഒരു രംഗത്തു നിന്നാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷെ അതിൽ നിന്നുള്ള കുറേ വർഷത്തെ ചേഞ്ചസിന് ശേഷം ഇവരുടെ ആ റിലേഷൻഷിപ്പും ഇവരും ഒക്കെ ഡാർക്ക് മോഡിലേക്ക് പോകും. ഭയങ്കര ഡാർക്ക് ഗ്രിട്ടി അങ്ങനത്തെ ഒരു നേച്ചറിലേക്കാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി നമുക്ക് ചന്തുനാഥിൻ്റെ ക്യാരക്ടറിനോട് ഭയങ്കര ദേഷ്യം തോന്നും, ഒരു അറപ്പും വെറുപ്പും ഒക്കെ തോന്നും. ടുവേർഡ്സ് എൻ്റെ നല്ല രീതിയിൽ അറപ്പും വെറുപ്പും തോന്നും. അതൊരു കാരണമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിൽ ചന്തുനാഥിൻ്റെ പെർഫോമൻസ് എനിക്ക് എന്തോ ദഹിച്ചില്ല. മേ ബി ആ ക്യാരക്ടറിനോടുള്ള ദേഷ്യം കൊണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചന്തുയുടെ പെർഫോമൻസ് നല്ല കൊണ്ടാണ്. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ സെക്കൻഡ് ഹാഫ് എനിക്ക് പിന്നെയും കൺവിൻസിങ് ആയിട്ട് തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫിലൊക്കെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആ പെർഫോമൻസ് അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ വീണ്ടും പറയുന്നത് ചിലപ്പോൾ റൈറ്റ് ചെയ്തേക്കണത് അങ്ങനെ ആയിരിക്കും, ഇൻറ്റൻറ്റ് ചെയ്തേക്കാൻ അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്നും പറഞ്ഞ് മോശമായി എന്നല്ല, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. സിനിമയുടെ സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, സത്യം പറഞ്ഞാൽ കിടിലാണ്. ലൂസ്ലി ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രൂ ഇൻസിഡൻസ് എന്നൊക്കെ പറയാം. ഈ നമ്മൾ കുറേ നാളായിട്ട് ന്യൂസിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ ഭയങ്കര ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിട്ടുള്ള കുറച്ച് ന്യൂസ് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ആ ന്യൂസുകളിൽ പല ന്യൂസുകളുടെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെ എക്സാക്ട്ലി അങ്ങനെ കഴിഞ്ഞാൽ നടന്നോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നണത്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പടത്തിൻ്റെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു, പക്ഷേ എക്സിക്യൂഷനാണ് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. എക്സിക്യൂഷൻ സൈഡിൽ ചിലയിടത്ത് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യും, ചിലയിടത്ത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു ഭയങ്കര മീഡിയോക്കർ ലെവൽ ഒരു ക്വാളിറ്റി ഫീലിംഗ് ആണ് ചിലയിടത്ത് സിനിമയുടെ ഭാഗങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നണം. കാരണം ചിലയിടത്ത് നല്ല രീതിയിൽ എഡിറ്റിങ്, ചിലയിടത്ത് ഭയങ്കര ഉഴപ്പി രീതി എഡിറ്റ് ചെയ്ത ഒരു ഫീലിംഗ്, ചില സമയത്ത് ഭയങ്കര എടി, ചില സമയത്ത് ഭയങ്കര ശോകം. ആ രീതിയിലാണ് ഈ പടത്തിൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ആ സെയിം ഒരു അഭിപ്രായം അനുഭയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയെ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അപർണയുടെയും നിങ്ങൾക്കറിയാവുന്ന പോലെ ശിവത ചേച്ചി. എനിക്ക് ശിവത എന്നുള്ള പേര് വായിൽ വരില്ല, കാരണം വർഷങ്ങളായിട്ട് ശ്രീലേഖ എന്നുള്ള പേരാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പേരെ വായിൽ വരുള്ളൂ. അപ്പോൾ ശ്രീലേഖ ചേച്ചിയുടെ പെർഫോമൻസ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നി, നല്ലതായിരുന്നു. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് പറയണമെന്നല്ല, ഞാൻ ജെനുവിൻലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയാം. പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മലയാള സിനിമയിൽ ശ്രീലേഖ ചേച്ചിക്ക് റോൾ കിട്ടുമ്പോൾ ഒന്നെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലിക്ട്സ് ഉള്ള, അല്ലെങ്കിൽ ഭർത്താവ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ട്രോമ പാസ്റ്റുള്ള ഒരു ക്യാരക്ടർ ലെവലിലാണ് എപ്പോഴും ശ്രീലേഖ ചേച്ചിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ ചേച്ചി ടൈപ്പ് കാസ്റ്റായി പോകുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ചേച്ചിക്ക് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. ചേച്ചി പല ലാംഗ്വേജസിലായിട്ട് പല ടൈപ്പ് റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ വരുമ്പോഴേക്കും ചേച്ചിക്ക് എപ്പോഴും ഈ കരയുന്ന വൈഫ്, സങ്കടപ്പെട്ടിരിക്കുന്ന ഭാര്യ, ഭർത്താവിൽ നിന്ന് മാറി നിൽക്കുന്ന ഭാര്യ, ഭർത്താവിൻ്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാത്ത ഭാര്യ, അങ്ങനത്തെ ലെവലാണ് കൂടുതലും റോൾസ് ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവ് ആയിട്ട് മര്യാദക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഭാര്യ. ഈ റോള് ചേച്ചിയുടെ കരിയർ മലയാളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചേച്ചി വല്ലാണ്ട് ടൈപ്പ് കാസ്റ്റായി പോകുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഓപ്പണായിട്ട് പറയാണ്. ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നി. പക്ഷേ അന്ന് ചേച്ചി ഇസ് ബിയോണ്ട് ദാറ്റ്. ആക്ടിങ് ലെവൽ കാണാൻ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ കേരള കഫേ ഒന്ന് പോയി എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ശിക്കാരി ശംഭൂലെ പെർഫോമൻസ് ഒന്ന് എടുത്ത് നോക്ക്. ശിക്കാരി ശംഭൂലെ ഒരു മെയിൻ ക്യാരക്ടറാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആ സിനിമ കണ്ടു നോക്കിയാൽ മതി. ആ സിനിമ ആക്ച്വലി ഡിസേർവ്സ് ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. കാരണം ആ സിനിമ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതിൻ്റെ എൻഡിങ്ങും അടിപൊളിയായിരുന്നു. അതിനകത്ത് ചേച്ചിക്ക് വലിയൊരു റോള് ചെയ്യാനുണ്ട്. ആ ചേച്ചി ഒന്ന് ഭംഗിയായിട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതിനുള്ള അവസരങ്ങൾ ചേച്ചിക്ക് കിട്ടാറില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഞാൻ ഇവിടെ പറയുന്നു എന്നുള്ളൂ. അപ്പം എന്തായാലും ഇനിയുള്ള സ്ക്രിപ്റ്റ്സ് വരുമ്പോഴേക്കും ചേച്ചിയിലേക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഗ്രേ ഷെയ്ഡ്, നെഗറ്റീവ് ഷെയ്ഡ്, പോസിറ്റീവ് എല്ലാ ഷെയ്ഡ്സുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായ ഏജ് ഫാക്ടറിൽ വരുന്ന ക്യാരക്ടേഴ്സും ചേച്ചിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ആശംസിക്കും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപർണ ബീസ്റ്റ് അറിയാലോ, ബീസ്റ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആകെ അപർണയുടെ കരിയറിൽ എന്നെ സംബന്ധിച്ചിട്ട് ഓഡ് വൺ ഔട്ടായിട്ട് ഫീൽ ചെയ്തൊരു ക്യാരക്ടർ എനിക്ക് ബീസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ബീസ്റ്റിൽ അപർണയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപർണ എന്ത് ചെയ്താലും ആ സിനിമയെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനുള്ള അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതല്ലാതെ അപർണ പെർഫോം ചെയ്തേക്കണ ഞാൻ കണ്ടിരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമാണ്. മനോഹരമായ റോളായിരുന്നു. എനിക്ക് ഒന്നും മോശം പറയാനില്ലായിരുന്നു. നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഡാഡയിൽ അടിപൊളിയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. കുറച്ചേ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ആ കുറച്ച് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയും കുറേ സിനിമകൾ വരാൻ കിടപ്പുണ്ട്. എന്തായാലും ഇതിൽ അപർണയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ നല്ലതായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് നൽകിയൊരു പടമാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും മേക്കിംഗ് കൊണ്ട് പുറകോട്ട് പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവെ ഇപ്പോഴത്തെ മലയാള സിനിമകൾ ഒടുക്കത്തെ മേക്കിംഗ് ഉണ്ടാവും, പക്ഷെ അകത്തൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ്. ഇവിടെ ആക്ച്വലി നല്ലൊരു സ്റ്റോറി ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ
മേക്കിംഗ് പിന്നോട്ട് പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില ഇടങ്ങളുണ്ട്, ചില ഇടങ്ങളുണ്ട് അവിടെയൊക്കെയുള്ള മേക്കിംഗ് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ചിലയിടങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മേക്കിങ്ങിൻ്റെ കാര്യം ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ സ്ഥിരമായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു മച്ചാൻ ഇതിനകത്ത് ഡിഫറെൻറ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അത് രസം വരുന്നത്. നമ്മുടെ പൊതുവേ അലമ്പുണ്ടാക്കുന്ന ടൈപ്പ് റോൾ ചെയ്യുന്ന ഒരു മച്ചാനുണ്ട്. ആ മച്ചാൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടണില്ല. നമ്മുടെ ആളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജോജി ചേട്ടനൊക്കെ കുഞ്ചാക്കോമനൊക്കെ ആയിട്ട് ഒരു പടം ഉണ്ടായിരുന്നില്ല, നമ്മുടെ പോലീസ് നിമിഷ സജനൊക്കെ. ആ സിനിമയുടെ പേര് പറഞ്ഞുപോയി. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പടമില്ലേ, ആ സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അലമ്പുണ്ടാക്കണ ഒരു മച്ചാനുണ്ട്. ആ മച്ചാൻ ഇതിനകത്ത് പോലീസ് ഓഫീസർ റോളാണ്. കീടിലായിരുന്നു കാലക്കൻ. പൊതുവേ പുള്ളി എല്ലാ സിനിമ അലമ്പൻ റോളാണ്. ഇതിനകത്ത് പുള്ളിക്ക് ഒരു പോലീസ് ഓഫീസർ റോള് കിട്ടിയായിരുന്നു. ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ റോൾ മച്ചാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത്. പുള്ളിയുടെ പേര് പുള്ളി RDXലൊക്കെ ഉണ്ട്. എനിക്ക് പുള്ളിയുടെ പേര് കിട്ടണില്ല. എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ആ നായാട്ട് സിനിമയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി അലമ്പുണ്ടാക്കണം, മറ്റേ കച്ചറ ഉണ്ടാക്കണം മച്ചാൻ. ആ അലമ്പുണ്ടാക്കണം ആ മച്ചാൻ ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള റോൾ കിട്ടി. സിനിമ ഇഷ്ടപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചേച്ചിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു, അപർണയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ചേച്ചിക്ക് നല്ല റോൾസ് വേറെ കിട്ടട്ടെ. ലൂസിഫറിലൊക്കെ നിങ്ങൾ എന്തായാലും ചേച്ചിയെ കണ്ടിട്ടുണ്ടാവും. കാരണം ലൂസിഫർ അത്രയൊക്കെ ആൾക്കാർ സ്വീകരിച്ചൊരു പടം. സുധീവാൽമീകം അതെനിക്ക് പറയാൻ ഭയങ്കര പടം. ആ പടം ആ പടത്തിൻ്റെ പേര് സുധീവാൽമീകം കിടിലം പടമായിരുന്നു. അതിനകത്ത് ചേച്ചിയുടെ റോള് ആടിപ്പൊളിയായിരുന്നു. അതുകൊണ്ട് ചേച്ചീനെ എന്തായാലും ആ 2 സിനിമകളിൽ തന്നെ ഓൾറെഡി ആൾക്കാർക്ക് അറിയാം. ചേച്ചി എന്തായാലും നല്ല റോളൊക്കെ കിട്ടേണ്ടതെന്ന് ഞാൻ ആശംസിക്കും. ചേച്ചി കാണുന്നത് ചേച്ചിയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ഇനി വരാനിരിക്കുന്ന സിനിമകളൊക്കെ വരുമ്പോൾ വരാനൊക്കെ കണ്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. ഇതായിരുന്നു ഈ സിനിമയുടെ എനിക്ക് തോന്നിയ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാം. പിന്നെ ഈ സിനിമക്ക് ഭയങ്കര ലിമിറ്റഡ് ഷോസാണ്. PVRലും സിനിപോളിസിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ PVRൽ പോയത്. PVR ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഡിസ്കൗണ്ടിങ് കിട്ടും എനിക്ക് സ്പെഷ്യൽ കാർഡുള്ളതുകൊണ്ട്. സിനിപോളിസ് പിന്നെ ദൂരെയാണ്. അത് മാത്രമല്ല അവിടുത്തെ പ്രൊജക്ഷൻ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകാത്തത്. അവർ പ്രൊജക്ഷൻ മാറ്റി സൗണ്ടൊക്കെ അടിപൊളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചിരിക്കണം. എനിക്കൊന്ന് വെനസ്ഡേയ്സ് 99 റുപ്പീസ് ഓഫർ ഉണ്ട് സിനിപോളിസിൽ, ട്യൂസ്ഡേയ്സ് 99 റുപ്പീസ് ഓഫർ ഉണ്ട് PVRൽ. ആ പ്രൈസിന് പിന്നെയും കുഴപ്പമില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണം. ഇത്രേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ഇട്ടണം. ബൈ ബൈ.